UDF സർക്കാരിന്റെ മദ്യനയം വിവാദമാകുമ്പോൾ സംസ്ഥാനത്ത് ബാറുകളിൽ നിന്ന് ഖജനാവിലേക്കുള്ള വരുമാനത്തിൽ വൻ ഇടിവെന്ന് കണക്കുകൾ. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ ബാറുകളിൽ നിന്ന് സർക്കാർ ഖജനാവിലേക്ക് എത്തിയത് 1580 കോടി രൂപയാണ്. കൂടുതൽ ബാറുകൾ സംസ്ഥാനത്ത് അനുവദിക്കാൻ നീക്കം നടക്കുമ്പോഴും വരുമാന ചോർച്ചയാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്യാം പ്രസാദ് ചേരുന്നുണ്ട്. ശ്യാം, നമുക്കറിയാം UDF സർക്കാരിന്റെ ബക്കാടി പ്രശ്നവും ഒപ്പം തന്നെ മദ്യം നയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ വലിയ വരുമാന നഷ്ടം ചർച്ചയാവുന്നത്. കൃത്യമായി കഴിഞ്ഞ തവണത്തേത് പോലും പിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കോടികളുടെ ഇടപാടാണ്, പക്ഷേ ഈ കോടികൾ കൃത്യമായി വിനിയോഗിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയല്ലേ ശ്യാമപ്രസാദ്? ശില്പ, വിനോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും UDF സർക്കാരിൻ്റെ പുതിയ മദ്യനയത്തിൽ കരട് രൂപീകരണം എല്ലാം തന്നെ അണിയറയിൽ ആലോചനകൾ നടക്കുമ്പോഴാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരിക്കുന്ന എക്സൈസിൻ്റെ വരുമാനത്തിലുണ്ടായിരിക്കുന്ന വൻ ഇടിവും ചോർച്ചയും സംഭവിച്ചിരിക്കുന്നതെന്ന് കണക്കുകൾ, എക്സൈസ് വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതായത് 2021 മുതൽ 2026 വരെയുള്ള ഈ 5 വർഷത്തിൻ്റെ കണക്കുകൾക്കിടയിൽ പ്രധാനമായും ബാറുകളിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയത് 1580 കോടി രൂപ മാത്രമാണ്. നിലവിൽ സംസ്ഥാനത്തെ 903 ബാറുകളുണ്ട്. ഇവരുടെ വാർഷിക ലൈസൻസ് ഫീസ് 35 ലക്ഷമായി ഉയർത്തിയ ഘട്ടത്തിൽ പോലും 1580 കോടി രൂപ മാത്രമാണ് നിലവിൽ സംസ്ഥാന ഖജനാവിലേക്ക് എത്തിയെന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയം. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ബാറുകളുള്ളത് എറണാകുളം ജില്ലയിലാണ്, 211. ഒപ്പം തൃശ്ശൂർ ജില്ലയിലാണ് തൊട്ടു പിന്നിലായിട്ടുള്ളത്. മൂന്നാമതായിട്ടാണ് തിരുവനന്തപുരം ജില്ലയും ഉള്ളത്. ഏറ്റവും കുറവ് ബാറുകളുള്ളത് കാസർഗോഡാണ്, 11. വയനാട്ടിൽ 17 ബാറുകളുമുണ്ട്. ഇവിടങ്ങളിൽ നിന്നെല്ലാം തന്നെ പിരിഞ്ഞു കിട്ടിയ തുകയിൽ ആണ് 1580 കോടിയിലേക്ക് എത്തി നിൽക്കുമ്പോഴും ഈ വരുമാന ചോർച്ച, അതായത് നിലവിൽ മുൻ UDF സർക്കാരിൻ്റെ കാലത്തെല്ലാം തന്നെ നിലവിൽ 4000-നും 5000 കോടിക്കും രൂപയ്ക്ക് മുകളിലേക്ക് ഈ വരുമാന പരിധി, അല്ലെങ്കിൽ എക്സൈസിൽ നിന്നുള്ള ബാറുകളിൽ നിന്നുള്ള വരുമാന പരിധി പോകുമ്പോഴേക്കാണ് കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രം 1580 കോടിയിലേക്ക് ഇത് ഒതുങ്ങുകയും ചെയ്തത്. ഒപ്പം തന്നെ നിലവിൽ ബാറുകൾക്ക് പുറമെ IMFL യൂണിറ്റുകളും ഒപ്പം തന്നെ ക്ലബ്ബുകളിൽ നിന്നുള്ള വരുമാനവുമെല്ലാം തന്നെ 50 കോടി രൂപയിൽ താഴെ മാത്രമായി ഇത് ഒതുങ്ങുകയും ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയാണ്. വിനോദ് സൂചിപ്പിച്ചതുപോലെ വരുമാന ചോർച്ച വളരെ ശക്തമായ, അല്ലെങ്കിൽ വളരെ കൃത്യമായ ഒരു വരുമാന ചോർച്ച തന്നെയാണ് സർക്കാർ ഖജനാവിനെ എക്സൈസിൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ എക്സൈസിൻ്റെ കണക്കുകളിലൂടെ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും പുതിയ മദ്യനയം വരുമ്പോഴേക്കും ഇതെങ്ങനെയായിരിക്കും, ഇക്കാര്യത്തിലൊരു പരിഹാരം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളിലേക്കായിരിക്കും ഇനി പുതിയ സർക്കാരും കടക്കുക.